നിലവിൽ ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് വഫിയൊഫിയകൾ ഹയർ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഇതിൻ്റെ രഹസ്യം? വഫിയൊഫിയ കോഴ്സിൽ പ്രത്യേക കോച്ചിങ് വല്ലതും നൽകുന്നുണ്ടോ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്? ലോകോത്തരമായിട്ടുള്ള ഹയർ സ്റ്റഡീസിൻ്റെ എൻട്രൻസിൻ്റെ ഒരു രീതി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ക്രിറ്റിക്കൽ സ്കില്ല്, ക്രിയേറ്റീവ് സ്കിൽ, അതുപോലെ തന്നെ ലാംഗ്വേജ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഇങ്ങനെയൊക്കെയുള്ള ചില സ്കില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ വ്യാപകമായിട്ട് ഹയർ സ്റ്റഡീസിനൊക്കെയുള്ള എൻട്രൻസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത്തരം എലമെൻറ്റ്സ് ബൈ ഡിഫാൾട്ട് തന്നെ വഫിയിലും നടക്കുന്ന പലതരത്തിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ ഒക്കെ കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേക കോച്ചിങ് ഇല്ലാതെ കോച്ചിങ്, അതായത് നമ്മൾ നടത്തുന്ന പല പ്രവർത്തനങ്ങൾ ഇത്തരം കോമ്പണൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പിന്നെ ഓരോരോ എൻട്രൻസിനും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഒരു ഫിനിഷിംഗ് ടച്ചിൽ കുറച്ച് വർക്കുകൾ ചെയ്താൽ തന്നെ കുട്ടികൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് പഠിച്ച കുട്ടികളെക്കാൾ ഒരു ഉയർന്ന റേഷ്യോ വഫിയ കുട്ടികൾ ഇത്തരം ക്വാളിഫിക്കേഷൻസിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഈ നെറ്റ് JRF ഇതിൻ്റെ റിസൾട്ട് വരുമ്പോഴും ഏറ്റവും കൂടുതൽ വഫിയൊഫികളുടെ ലിസ്റ്റ് തന്നെ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ രഹസ്യവും അതെ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് JRF, UGC നടത്തുന്ന, NTA നടത്തുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ നെറ്റ്. അപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ എലമെൻസിന് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല വഫി അലുമിനിയുടെ ഒരു വിദ്യാഭ്യാസ വിഭാഗമുണ്ട് ഹയർ എഡ്യൂക്കേഷൻ സെല്ല്. അപ്പോൾ അവർ ഇത്തരം വിഷയങ്ങളൊക്കെ നിരന്തരം കോച്ചിങ്ങും നൽകാറുണ്ട്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാവുന്നതാണ്. മാത്രമല്ല PG പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും പലരും നെറ്റ് JRF ഒക്കെ ക്വാളിഫൈ ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രത്യേക പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ പുതിയ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പ്രത്യേക കോച്ചിങ് കൊടുക്കാനോ മറ്റോ? നമ്മൾ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ ട്രഡീഷണൽ കോഴ്സിന് പുറമെ കുറച്ചുകൂടി ഹയർ സിവിൽ സർവീസ്, അതുപോലെ തന്നെ മറ്റ് പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻസ്, അതിലേക്ക് ക്രാക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ്ങും ഒക്കെ അലുമിനിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ CIC നേരിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. മാത്രമല്ല ഓഫ് കോഴ്സ് എന്നുള്ളൊരു സിസ്റ്റം വഫിയിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് തന്നെ ചില വിഷയങ്ങൾ ഒഴിവാക്കിയിട്ട് ചില പ്രപ്പോസലുകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. പല കുട്ടികളും ഇത്തരം മത്സര പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾ അവർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് CICയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ട് അവരൊരു വിഷയമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഗുണം പലർക്കും കിട്ടിയിട്ടുണ്ട്. വഫിയ സിലബസ് സമന്വയം എന്നാണ് ശരിക്കും എപ്പോഴും പറയാറുള്ളത് അല്ലേ? ദീനും ദുനിയാവും സമന്വയിപ്പിക്കാണോ? എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം ശരിക്കും? സമന്വയം നമ്മൾ വഫിയിൽ ഉദ്ദേശിക്കുന്നത് കേവലം സർട്ടിഫിക്കറ്റുകളുടെ സമന്വയമല്ല. ഒരു കുട്ടി +2 ഡിഗ്രി PG ഘട്ടത്തിൽ പഠിക്കുന്നതോടൊപ്പം അവന് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയും മതത്തിലുള്ള ഒരു ഡിഗ്രിയും നൽകുന്നു എന്നതിലുപരി വൈജ്ഞാനികമായിട്ടുള്ള കുറച്ച് വിശാലമായിട്ടുള്ള സമന്വയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് CIC ലക്ഷ്യീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ആധുനിക ലോകത്ത് തന്നെ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻസിനൊക്കെ വളരെ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വിജ്ഞാനത്തെ പുതിയൊരു ആംഗിളിലൂടെ സമീപിക്കാൻ വഫിയിലുള്ള ഈ സമന്വയ രീതി തീർച്ചയായിട്ടും ഉപകാരമായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ ഇപ്പോൾ വഫിയിലൊക്കെ PG തലത്തിലും അത് കഴിഞ്ഞ് വഫികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന PhD ഉൾപ്പെടെയുള്ള പഠനങ്ങൾ, റിസർച്ചിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു വൈജ്ഞാനിക മേഖലയിലുള്ള ഇടപെടൽ എന്ന് പറയുന്ന 5-10 കൊല്ലം കൊണ്ട് നടക്കുന്ന സാധ്യമായതല്ല. എന്നാലും അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ജനറേഷൻ സമന്വയം പുതിയൊരു കുറച്ചുകൂടി സയൻസിലേക്കും കൂടി എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാണോ നീറ്റ് കോച്ചിങ് ഒക്കെ വഫിയിൽ നൽകുന്ന പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീം തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ? അത് വഫിയ കുറച്ചുകൂടി എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾക്കപ്പുറത്ത് പലതരത്തിലുള്ള സമന്വയം, എല്ലാ വിഷയങ്ങളും റെഗുലറായിട്ട് തന്നെ പഠിക്കാനുള്ള അവസരം ഒരുക്കുക എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ്. കാരണം ഓരോരുത്തരുടെയും വേവ് ലെങ്ത്ത് വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും പ്രിഫറൻസ് വ്യത്യസ്തമാണ്. ആഴത്തിൽ മതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അതേസമയം ഒരു ധാർമ്മിക ടച്ചോട് കൂടിയിട്ട് ഉന്നതമായിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ആ ചോദ്യത്തിനുള്ള ദീർഘകാലത്തെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് വഫിയ പ്രൊഫഷണൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നീറ്റ്, JEE തുടങ്ങിയ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള
പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള എൻട്രൻസിന് കുട്ടികളെ പര്യാപ്തമാക്കുന്ന ഒരു കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പുതിയൊരു കരിക്കുലമാണ്, പുതിയ മെത്തഡോളജിയാണ് അതിന് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ഒരു MBBS അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡിഗ്രി ഉള്ള ഒരു വാഫിയെയോ ഓഫിയെയോ നമുക്ക് കാണാൻ സാധിക്കുമോ? അത് ട്രഡീഷണൽ സിലബസിൽ പഠിച്ച കുട്ടികൾ തന്നെ എൻ്റെ അറിവിൽ ചില കുട്ടികളൊക്കെ ഇന്ത്യക്ക് പുറത്തൊക്കെ മെഡിക്കൽ കോളേജുകളിലൊക്കെ MBBS, നാട്ടിലുള്ള ഇന്ത്യയിലുള്ള നീറ്റൊക്കെ ക്രാക്ക് ചെയ്തതിന് ശേഷം അവർ MBBS ഒക്കെ പഠനം നടത്തിക്കൊണ്ട് ആൺകുട്ടികളും ഓഫിയ 2 സ്ട്രീമിൽ പഠിച്ച ആളുകളുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് വരും വർഷങ്ങൾ കാണാം. മാത്രമല്ല ഈ ഒരു പ്രൊഫഷണലായിട്ട് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമന്വയം പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആരംഭിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും വരും വർഷങ്ങളിൽ. നിരന്തരം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ദീനി കോഴ്സാണ് വാഫിയോഫിയ എന്ന് പറയാറുണ്ട്, വർഷാവർഷം എന്ന നിലക്ക്. ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പൊതു വിദ്യാഭ്യാസമാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം 18ാം നൂറ്റാണ്ടിലെ കണ്ടന്റ് 19ാം നൂറ്റാണ്ടിലെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് 20ാം നൂറ്റാണ്ടിലെ ടീച്ചേഴ്സ് 21ാം നൂറ്റാണ്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ക്ലീശ ഏർപ്പാടാണ് എഡ്യൂക്കേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നുള്ളൊരു മാറ്റമാണ് പലപ്പോഴും വാഫിയോഫിയ സ്വീകരിച്ചു വരുന്നത്. നിരന്തരം ഇതിൽ കരിക്കുലം അപ്ഡേഷൻ നടക്കാറുണ്ട്. ഇപ്പോൾ 2000-ന് ശേഷം വന്നൊരു ഏജൻസിയാണ്. 2012 വളരെ വിശാലമായിട്ടുള്ളൊരു കരിക്കുലം ചേഞ്ച് റിവിഷൻ വന്നു. അതിനുശേഷം 2020 വന്നു. 2024 പുതിയൊരു കാലത്തെ രീതികളൊക്കെ മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷമുള്ള വിദ്യാർത്ഥികളുടെയും ലോകത്തിൻ്റെയൊക്കെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു കരിക്കുലം, ഒരു സിലബസ് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്ഡേഷൻ എന്ന് പറയുന്നത് വാഫിയോഫിയയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ്, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുതിയ കാലത്തുള്ള കുട്ടികൾ ഇതിനെ തേടി വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് ആണല്ലോ മെയിൻ. ഇപ്പോൾ പുതിയ തൊഴിൽ മേഖലകളിലേക്കൊക്കെ ന്യൂജൻ വാഫിയോഫിയകൾ കടന്നു ചെല്ലുന്നുണ്ട്. അവർക്ക് അവിടെ ഷൈൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ലോകോത്തരമായിട്ടുള്ള വിദ്യാപീഠങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പരിശോധിച്ചാൽ അവിടെ IIT, NIT അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവിടെയുള്ള കുട്ടികൾ അലുമിനി അല്ല അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ വ്യത്യസ്ത ഫീൽഡിൽ തിളങ്ങുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ IIT-കളെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും രാഷ്ട്രീയ ടെക്നോളജി, സോഷ്യൽ ലിറ്ററേച്ചർ അങ്ങനെ പല ഏരിയയിലും തിളങ്ങാറുണ്ട്. എന്നതുപോലെ തന്നെ വാഫിയോഫിയയിൽ പഠിച്ച കുട്ടികൾ പല ഏരിയയിൽ തിളങ്ങുന്നുണ്ട്. അവർ മതരംഗത്ത് അടിസ്ഥാനപരമായിട്ട് മതവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. ഈവൻ മുദരിസുമാർ, ഖത്തീബുമാർ, അങ്ങനെ ട്രഡീഷണൽ മത ഫീൽഡിലുള്ള ഒരുപാട് അലുമിനിയെ കാണാൻ പറ്റും. അത് മാത്രമല്ല സോഷ്യൽ രംഗത്ത് സോഷ്യൽ സാമൂഹിക പ്രവർത്തകരായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, വാർഡ് മെമ്പർമാർ, അങ്ങനെ സാമൂഹിക രംഗത്ത് MSW ഉൾപ്പെടെയുള്ള ഒരുപാട് സുരക്ഷാ മിഷൻ്റെ ആളുകൾ. പിന്നെ നമ്മുടെ നാട്ടിലെ ഏകദേശം എല്ലാ പ്രൊഫഷൻസിലും നമുക്ക് കാണാൻ സാധിക്കും. പോലീസ് ഉൾപ്പെടെയുള്ള ഏകദേശം എല്ലാ ഏരിയയിലുണ്ട്. മാത്രമല്ല മൾട്ടിനാഷണൽ, നിങ്ങൾ ചോദിച്ച മൾട്ടിനാഷണൽ കമ്പനി അതൊരുപാടുണ്ട്. ഇപ്പോൾ ലോകോത്തരമായിട്ടുള്ള MNC-കളൊക്കെ ഏകദേശം വാഫികൾ നല്ല പൊസിഷനിൽ തന്നെ ജോലി ചെയ്യുന്നു എന്നത്. അപ്പോൾ ഈ വാഫി കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഇൻപുട്ടിൻ്റെ ഒരു ക്വാളിറ്റിയും ഒരു ഡെപ്തുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് പല ഏരിയയിലേക്ക് പാറിപ്പോകാനുള്ള ഒരു രീതി അവിടെയുണ്ട്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ബൈ ഡിഫാൾട്ട് നൽകുന്നത് കൊണ്ടാണ് ഇത്തരം ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകാൻ സാധിക്കുന്നത്. വാഫിയിൽ മത ഡിഗ്രിയോട് കൂടെ തന്നെ ഭൗതിക ഡിഗ്രി നൽകുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ എന്തോ ചില മാറ്റങ്ങൾ അതിൽ വന്നു ട്രഡീഷണൽ രീതിയിൽ നിന്ന്. എന്തായിരുന്നു മാറ്റം? അതായത് വാഫിയോഫിയ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു UGC അംഗീകരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി മസ്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ക്ലോസിൽ UGC അംഗീകരിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള BSc BCom എന്ന ഡിഗ്രി മാത്രമായിരുന്നു ഇതുവരെ നമ്മൾ അംഗീകരിച്ചിരുന്നത്. അപ്പോൾ അതിലുപരിയായിട്ട് പുതിയ കാലത്തിൻ്റെ രീതി അനുസരിച്ച് കുറച്ചുകൂടി മറ്റ് UGC അല്ലാത്ത രാജ്യത്തെ അപ്പെക്സ് സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുടെ ഡിഗ്രികൾ കൂടി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് MBBS, പ്രൊഫഷണൽ കോഴ്സുകൾ, എഞ്ചിനീയറിങ്, ആ രീതിയിലേക്കൊക്കെ കുട്ടികൾക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട്. മാത്രമല്ല ഇപ്പോൾ CMA പോലെയുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് അതും ഭൗതിക പഠനത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രംഗത്ത് അതിന് മുമ്പേ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CMA-ലൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് കരസ്ഥമാക്കാൻ വാഫി കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം CA നേടാനായി. അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ഔട്ട്ലുക്ക് കൂടി, ഒരു ടച്ച് കൂടി വാഫിയോഫിയ കുറച്ചുകൂടി ഒഫീഷ്യലായിട്ട് തന്നെ നൽകുന്നുണ്ട് എന്ന് പറയാം.
ഇതിൻ്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് വേറൊരു രീതിക്ക്, നമുക്ക് കട്ട് ചെയ്തായിരിക്കും ഫസ്റ്റിലേക്ക് മാറ്റാം. ഈ മതപഠനത്തോടൊപ്പം തന്നെ ഭൗതിക പഠനം കൊണ്ടുപോവുകയും ഒരു യൂണിവേഴ്സിറ്റിയുടെ റാങ്കുകളിൽ ആദ്യ 10 ഭൂരിഭാഗം റാങ്ക് ഒരു കോളേജിലെ വഫിയ കോളേജിലെ കുട്ടികൾ തന്നെ നേടുക എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് നല്ല പഠനശേഷിയുള്ള കുട്ടികൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പുതിയ കാലത്തുള്ള ഡിഗ്രി എഡ്യൂക്കേഷൻസിനെ കുറിച്ച്, കോളേജ് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ഒരു ഫണ്ണി ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് കുട്ടികളൊക്കെ ന്യൂജൻ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ കുറച്ചുകൂടെ പഠനത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു നല്ല വിഭാഗം കുട്ടികൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് പഠനം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അർത്ഥവത്തായ രീതിയിൽ അവർ വളരെ ഡൈനാമിക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളുടെയും റാങ്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തോന്നിൽ ഒരു ക്ലാസ്സിലെ കുട്ടികൾ ആദ്യത്തെ 10 റാങ്കിൽ 9 ഒരു കോളേജിലെ കുട്ടികൾക്ക് നേടിയ MG യൂണിവേഴ്സിറ്റിയിലെ ഒരു സന്തോഷ വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പഠനത്തെ കേവലം ഒരു പഠനമായി കാണുന്നതിനപ്പുറത്ത് പഠനത്തെ കുറച്ചുകൂടി വൈബ്രൻ്റായി ഡൈനാമിക്കായിട്ട് ഒരു ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് തോന്നുന്നത്.